ഹലോ ഗായ്സ്, വെൽക്കം ടു സിമ്പിൾ ഡേയ്സ് ബൈ MM. ഇന്ന് നമ്മളുള്ളത് ബേർഡ്സ് ഓഫ് പാരഡൈസ് ഫൗണ്ടേഷനിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. ആൻഡ് ഇതിൻ്റെ ഫീസ് വരുന്നത്, എൻട്രി ഫീസ് വരുന്നത് 250 റുപ്പീസ് പെർ ഹെഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബേർഡ്സിനെ ആനിമൽസിനെ കാണാം, അവർക്ക് ഫുഡ് കൊടുക്കാം, അവരെ നമുക്ക് തൊടാം. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ATV റൈഡ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഹോഴ്സ് വാക്ക് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ബേർഡ്സ് ഓഫ് പാരഡൈസ് ആണ്. കണ്ടില്ലേ, ഫുൾ ബേർഡ്സ് ആണ്. ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. അതിൽ നിറയെ ബേർഡ്സ് ആണുള്ളത്. നമ്മളെ തലയിലും മേത്തും എവിടെ വേണമെങ്കിലും ബേർഡ്സ് വന്നിരിക്കും. നമുക്ക് ബേർഡ്സിന് ഫുഡ് കൊടുക്കാം, ബേർഡ്സിൻ്റെ കയ്യിലെടുക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണം ചെയ്യാം. നമ്മളെ തലയിലും മേലും എവിടെ വേണമെങ്കിലും അവർ വന്നിരിക്കും. ഫുൾ ബേർഡ്സ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് നമ്മളെല്ലാവരും ഒരു ടീമായിട്ടാണ്, ഒരു ബാച്ചായിട്ടാണ്. അതിൽ കുറച്ച് പേരുണ്ടാവും. ഒരേ ബാഡ്ജായിരിക്കും കെട്ടിയിരിക്കുക, ഒരേ റിബണായിരിക്കും കെട്ടിയിരിക്കുക. കയ്യിലെല്ലാവരും ഒരു കളർ റിബണായിരിക്കും. ആ ഒരു ബാച്ചിനായിരിക്കും ഇതിനകത്തേക്ക് കടത്തി വിടുക. ഫസ്റ്റത്തെ കുറച്ച് ടൈം ഞാൻ തല പൊത്തിയിട്ട് നടക്കുന്നുണ്ടായത്. പിന്നെ അതിലേക്കാണ്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റായി. ഈ ആനിമൽസിനും ബേർഡ്സിനൊക്കെ മുന്നേ വളർത്തി ശീലമുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ തൊടാനും എടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ആനിമൽസോ ബേർഡ്സോ ആയിട്ട് വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഇതൊക്കെ തൊടുമ്പോൾ ആദ്യത്തെ കുറച്ച് പേടി നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അത് റെഡിയായി. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ അവർ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഓരോ ആനിമൽസിനും ഓരോ ബേർഡ്സിനും കാണിക്കുമ്പോഴൊക്കെ അവർ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവർ തരും. ഫസ്റ്റ് തന്നെ അവർ ചെറിയ ചെറിയ ആനിമൽസിനാണ് നമുക്ക് കയ്യിൽ തരിക. റാബിറ്റ്, റാറ്റ് അങ്ങനെ പോലുള്ളതിനൊക്കെ ആദ്യം തരും. പിന്നെ വലുതിലേക്ക് പോകും. അങ്ങനെ ബേർഡ്സ് എൻ്റെ തലയിലും വന്നിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നേരത്തെ കണ്ടത്. പിന്നെ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ബേർഡ്സ് മേലെ മാത്രമല്ല കേട്ടോ, അത് താഴെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നടക്കാൻ. താഴെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം മേലെ നോക്കി നടക്കുന്നത് കാരണം ഈ താഴെ പോകുന്നതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അല്ലെങ്കിൽ അപ്പോൾ ചവിട്ടി പോയായിരുന്നു. ഈ ബേർഡ്സിൻ്റെ ഈ ഒരു സെക്ഷനിലകത്ത് ഒരു 15 മിനിറ്റോളം നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഏറ്റവും ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇത് ഈ അവിടുന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ള ഒരു പോർഷനാണ് ഇത്. അത് ഞാൻ ആദ്യമേ കാണിച്ചതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഇട്ടതാണ് വീഡിയോയിൽ. പിന്നെ ഇവിടുത്തെ ബേർഡ്സ് ഓസ്ട്രിച്ച്, കിവി അങ്ങനത്തെ ബേർഡ്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എമുവിൻ്റെ അടുത്തേക്ക് പോയതാണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇവിടെ ഓഫ്ലൈനായിട്ട് ബുക്കിംഗ് ഇല്ല, ഓൺലൈനാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എമുവിൻ്റെ അടുത്തേക്ക് നമ്മളെ കടത്തി വിടില്ല എന്നായിരുന്നു. ഒരു വലിയ സ്പേസിലൊരു കൂട്ടിലാണ് എമുവിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്തായാലും കടത്തി വിടില്ലല്ലോ, ഓസ്ട്രിച്ചിൻ്റെ അവിടേക്കൊന്നും കടത്തി വിട്ടിട്ടില്ല. അപ്പോൾ എമു അതുപോലത്തെ ഒരു ബേർഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. നമ്മളൊക്കെ കുത്തുന്ന പോലത്തെ ടൈപ്പ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമേ അവിടെ നിന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, എമുവിൻ്റെ ബാക്കിൽ പോയി നിൽക്കരുതെന്ന്. പിന്നെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്ക് പോകാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയി. എല്ലാവരും ജസ്റ്റൊക്കെ ഒന്ന് പോയി തൊട്ടു. എന്നാലും അധികം വല്ലാതെ ആരും അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അടുത്ത് പോയിട്ടൊന്നും. എല്ലാവർക്കും ഒരു പേടിയായിട്ട് ഒരു ഡിസ്റ്റൻസ് അകലെ മാത്രമേ എല്ലാവരും നിന്നിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പോയത് ഓസ്ട്രിച്ചിൻ്റെ അടുത്തേക്കാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവർ പറഞ്ഞു തരും, ഓസ്ട്രിച്ചിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് പുറത്തുനിന്ന് നിന്ന് ജസ്റ്റ് അവിടെ നിന്ന് കാണാം, അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഓസ്ട്രിച്ച് ആയതുകൊണ്ട് അറിയാലോ, അടുത്ത് പോയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം.
ഫസ്റ്റ് വന്ന ഉടനെ നമ്മൾ ഇതുപോലെ ഇരുത്തിയിട്ട് അവർ നമുക്ക് ക്ലാസ് തരും. ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞു തരും. ഇവിടെ ഉള്ളതിനെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരും. പിന്നെ അവിടെ ചെറിയ റാറ്റ്, റാബിറ്റ് അതുപോലുള്ള ഓരോന്നിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ തരും. ഇതിപ്പോൾ റാബിറ്റാണ് കേട്ടോ. അതുപോലത്തെ പല ടൈപ്പ് ആനിമൽസിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ തരും. ഓരോരുത്തർക്ക് കയ്യിലെടുക്കാൻ തരും. ഇത് റാറ്റാണ്. റാറ്റിനൊക്കെ ആദ്യം പിടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിടിക്കുക പോലും ചെയ്തിട്ടില്ല. റാബിറ്റിനെ ഞാൻ എടുത്തു. റാറ്റിനൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. എനിക്ക് അതിനൊക്കെ പേടിയല്ല, പിന്നെ പേടിയുണ്ട്. പക്ഷേ പിടിക്കാനുള്ളൊരു ഇതുകൊണ്ട് അതിനൊന്നും ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് പാമ്പിനെ പിടിച്ചു. ഈ ഒരു സെക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെക്ഷൻ. ഞാൻ ഇവിടെ വരുമ്പോഴൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സ്നേക്കിനൊക്കെ പിടിക്കുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല സ്നേക്ക് അടുത്ത് പോലെ തൊടുമെന്നൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറുന്നത് വരെ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനെ തൊടുന്നൊക്കെ. പക്ഷേ ഇങ്ങനെ തൊട്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടി പോലും ആ സ്നേക്കിനെ ഈസി ആയിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് കൈയൊക്കെ 2-3 തവണയൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നത്. അതേസമയം തന്നെ ഇവിടെ സിപ്പ് ലൈനിലും ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. സിപ്പ് ലൈൻ നടക്കുന്നുണ്ട്, അപ്പുറത്തെ റൈഡ് നടക്കുന്നു, ഹോഴ്സ് റൈഡ് നടക്കുന്നുണ്ട്. അങ്ങനെ പലതും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.